സോറി. അമ്പോ, ഇതേത് വീട്? ഇതാ എന്റെ വീട്. ആണാ? വാ കേറിട്ടോ. അല്ല, എനിക്ക് പെട്ടെന്നൊന്ന്. പെട്ടെന്ന് കേറിട്ട് പോവാം. വാ. എന്റെ അമ്മോ, ഇതാണോ പടുകൂറ്റൻ ബംഗ്ലാവ്? ദൈവമേ. ഒന്നുമില്ല. അയ്യോ, ഇവളവിടെ പോയി. പോയി. ഇയാളാരാ? ആരാങ്ങള്? ഞാൻ മേരി. ആ മേരിയോ? മേരിയുടെ മോളല്ലേ? ഇയാളാരാന്നാ ചോദിച്ചേ? പപ്പ, ഇതാ സുരേട്ടൻ. ഞാൻ പറയാറില്ലേ? അതെ മേരി. ഓ, ലൈലാസുരൻ. മോള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. ദ ബോൾഡ് ആൻഡ് സ്മാർട്ട് കമറേൻ അല്ലേ? ലാൽ സലാം സഖാവേ. ഇരിക്കി. ലാൽ സലാം. ചേട്ടാ, ഇതെന്റെ പപ്പ തോമസ് കുര്യൻ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും. എൻഗേജ്മെന്റ് കാർഡ് കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ട്. മോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. എനിക്കൊന്നും വയ്യ, പപ്പ എന്നെ നോക്കിയാ മതി. അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ച് നിർത്തിയേ? അല്ല, നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. അത് ശരി. ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി ഞങ്ങൾ നേരത്തെ പറഞ്ഞു? മേരിയ പറഞ്ഞു തീർക്കട്ടെ. മേരിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, ക്ലാര. അവളുടെ പയ്യന്റെ പേര് യോഹന്നാൻ. അവനങ്ങ് യോക്കോഹാമയില ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ, ജപ്പാനിൽ. ഞാന് സമയമുള്ളതുകൊണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് അസുരനെ, കേട്ടോ? അസുരനല്ല, ലൈലാസുരൻ. ലൈലാസുരൻ. സോറി. ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാസുരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും. അതെ, ഞാനാ? പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡ് അല്ലേ നമുക്ക് വേണ്ടത്. ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇത് കൊള്ളാം. പക്ഷേ ഇതോ? എടുത്താ പോരാ. ഞാൻ പറഞ്ഞോ? അങ്ങളെ ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. കൊള്ളാം. നേരിടല്ലോ പപ്പ. എന്റെ അമ്മോ, എന്ത് വലിയ വീടാ. മേരി എന്തിനാ പേട്ടക്കാച്ചി കോളേജിൽ പഠിക്കാൻ? പിന്നെ നമുക്ക് എം എ എടുക്കാൻ കൂടെ ചേർക്കാം. ഒരു മാനേഴ്സ് ഇല്ലാണ്ടല്ലോ റൂമിലേക്ക് കയറി വരുന്നേ. സോറി, ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം. ചേട്ടൻ വാ. അല്ലാതെ ഞാൻ വീട്ടിൽ പോക്കോട്ടെ? എനിക്ക് സന്ധ്യക്കുള്ളിൽ വീട്ടിലത് ഒരു സൂത്രം കാണിച്ചു. എന്ത് സൂത്രം? ഇത് ഒരുപാടുണ്ടല്ലോ. മഞ്ഞ കൊറേ കളേഴ്സ് ഉണ്ടല്ലോ. ബ്ലാക്ക്. ഇത് ഏത് കിടന്നു? ആറാമത്തെ വയസ്സ് തുടങ്ങിയതാ. ആണോ? ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഒരുപാടുണ്ട്. അതെ, ബാക്കിയൊക്കെ പിന്നെ കാണാം. ഞാനെന്നാ പൊക്കോട്ടെ. ആരും കഴിക്കാത്ത കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് ചേട്ടൻ മേമയുടെ മോൾക്ക് കൊടുത്തോ? അപ്പൊ ശരി. ഭാഗ്യം, രക്ഷപ്പെട്ടു. നല്ല ബെസ്റ്റ് ഫാമിലി. എല്ലാവർക്കും വട്ടാവും. കാറേട്ടാ. അയ്യേ ചേട്ടാ, അവിടെ എടാ, എന്റെ നിഗമന വീക്ഷണത്തിൽ എവിടേക്കോ ചില ലോജിക്കൽ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഇടിക്കാച്ചി പെങ്കൊച്ചി നിന്നെ കൊണ്ടേ പോവും. അതൊന്നും ശരിയാവില്ലടാ. അവരൊക്കെ വലിയ കാശുകാരല്ലേ? നല്ല മിഠായാണല്ലോ. ആണാ? അവളെ മേകാരിയല്ലേ? അതെ. പിന്നെന്തിനാണ് അവളെ നിന്റെ പുറകെ ചേട്ടാന്ന് വിളിച്ച് ഇറക്കണത്? അവളെന്താണ് എന്നെ ചേട്ടാന്ന് വിളിക്കണത്? പ്രേമം. ഇത് പ്രേമൊന്നും ആയിരിക്കില്ലടാ ഫിഫു. ഇത് വല്ല ആരാധന ആയിരിക്കുള്ളൂ. ആരാധിക്കാൻ നീ ആരാണ്? എടാ, ഞാനേ സെക്കൻഡ് ഈസി റെപ്പാണ്. സെക്കൻഡ് ഈസി റെപ്പ്. ആ പാട്ടുകാരൻ അന്വേഷിറക്കണ്ടാ. എന്തിന്? അതവര് വരുമ്പോ നിന്നോട് പറഞ്ഞു. എടാ, ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയൂല. അവര് നമ്മൾ ഇങ്ങനെ മോഹിപ്പിച്ചോണ്ടേയിരിക്കും, നമ്മൾ അവരോട് ഇഷ്ടമാണെന്ന് പറയണവരെ. അയ്യോ, അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ? അവര് വേറെ കല്യാണം കഴിച്ചു പോകും. അയ്യോ. എന്നിട്ട് ഒരു കൊച്ചൊക്കെ ആവുമ്പോ കൊറേ നാള് കഴിഞ്ഞ് വാട്സാപ്പിൽ നിനക്കൊരു മെസ്സേജ് വരും, ചേട്ടാ എനിക്ക് ചേട്ടൻ പണ്ട് ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര കഷ്ടായി പോലുള്ള ഫിഫു. പിന്നെ ഭയങ്കര കഷ്ടായി. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമുക്ക് ഇഷ്ടപ്പെടണ്ടേ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. എന്നാലേ ലൈഫിൽ അർത്ഥം ഉണ്ടാവും.
ഇങ്ങനെ എല്ലാം കൂടി വലിച്ചു കേട്ടിട്ടുള്ള ഫിഫു ഓരോന്നായിട്ട് തിന്നെ. ദേ വെള്ളം. നീ അത് വീണ്ടും കൊടുക്കണം. ഏത്? എടാ നിന്റെ ഒരു പേട്ടാപ്പള്ളി കത്തിൽ ആരെയും കാണിക്കാണ്ട് പൊരുത്തി കൂട്ടി വെച്ചാണത്. ആ അത് മേരിക്കൊള്ളതാ. നീ ഇത്ര നാൾ കാത്തിരുന്നതും അവക്ക് വേണ്ടിയാ. ഇതൊന്നും നടപടിയാവല്ലോ ഫിഫു. ഇനി ഒരാളുടെ മുമ്പിൽ കോമാളിയാവൻ ഈ ലൈലാസറിനെ കിട്ടില്ല 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 കിട്ടില്ല. മാം യെസ്, ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ചർച്ച് ക്ലാസിക്സ്. അത് ജോർജ് മേനച്ചേരിയുടെ അല്ലേ? അത് അപ്പുറത്തെ സെഷനാ, ഞാൻ എടുത്തു തരാം. ഓക്കെ മാം. ആഹാ, ഇവിടെ വിളിച്ചേക്കാടല്ലേ കള്ളി. മോളെ ബുക്ക് കിട്ടിട്ടോ? ആ ചിരിണ്ട്. ഓ മേരി ഫിക്സ്. ഹായ്, എനിക്ക് കുട്ടിയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെന്റെ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഇഷ്ടത്തോടുകൂടി വായിച്ചു നോക്ക്, ഇഷ്ടപ്പെടും. താൻ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും മെച്ചൂരിറ്റി ഉണ്ടാവണം. ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു. കഷ്ടമുണ്ട്. വഴി മാറും. എവിടെ ചെന്നാലും എവിടെയാണോ? മാം, ഇതല്ലേ ബുക്ക്? താങ്ക് യു മാം. ഓക്കെ. ദാ ഫിഫു. മേരി അല്ലേ? മേരി എന്താ ഇവിടെ? അപ്പ അകത്താരാ? ക്ലാര. ക്ലാര? ആഹാ, അപ്പ ശരി. അപ്പ ലൈല അകത്തുണ്ട്. അവൻ പെട്ട്. ക്ലാര ആരാണവള്? എനിക്ക് പറ്റിട്ടില്ല എന്ന് പറയാനായിട്ട് ആരാണവള്? മേരി പോ. ലൈലു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കറിയാം ലൈലുവിന് എന്നോട് ദേഷ്യാണെന്ന്. അല്ല, അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും. മേരി പൂച്ച. അന്ന് ആ സിറ്റുവേഷനില് ലൈലുവിന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. എന്ത്? എനിക്ക് ചൊവ്വാദോഷാണ്. സത്യായിട്ടു. അതിന് നീ ഏതാണ്? ലൈലു ഞാനാ, സരോജാദേവി. ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങട്. അവളുടെ അച്ഛനെ ചൊവ്വല ലോട്ടറി ടിക്കറ്റ് കൊടക്കള്ളി. ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത്? ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി? ഏത്? ആ പൊളിയൻ ചേട്ടനാ? ആ സുരേട്ടൻ. പുള്ളി വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു. ആരോട്? നിന്നോടാ? എന്നോടല്ല, അവളോട്. ക്ലാരനോടാ? ആ, എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ആ, അവളെ ആട്ടി വിട്ടെന്ന് തോന്നുന്നു. പാവൻ ചേട്ടൻ. നല്ലതല്ലേ? അവളുടെ എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ വരുന്നത്? എനിക്ക് ഇഷ്ടമല്ല അയാളെ. യോഹന്നൻ അല്ലൊരു മോരടനാ. അസുരേട്ടൻ പൊളിയാണ്. പുള്ളി ക്ലാരനെ കോളേജിൽ വന്നപ്പോ തൊട്ടുള്ള നോട്ടാ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതും പറഞ്ഞ് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഈ നാട്ടിൽ വന്ന ശേഷം ലൈഫിന് ഒരു ത്രില്ലില്ലായിരുന്നു. ഇനി ഇതങ്ങ് സെറ്റ് ആയെങ്കിൽ ഫുൾ അഡ്വഞ്ചർ ആയിരിക്കും. അടിയും ഇടിയും ഡാൻസും പാട്ടും നല്ല രസമായിരിക്കും അല്ലേ? എന്താണ് രണ്ടുപേരും? ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് പ്രാക്ടീസ് ഒന്നുമില്ല മേരി. ടൂർണമെന്റിന് അടുത്തു. ഗെറ്റ് റെഡി. വാ, പറയാം. ഫോളോ. കം ഓൺ, കം ഓൺ. ആദ്യം ക്ലാര ഒക്കെ അടിക്കണം. പപ്പ സമ്മതിക്കണം. പിന്നെ പപ്പ ഒക്കെ ആണെങ്കിൽ ക്ലാര ഒക്കെ ആവും. യാ. ആവുമായിരിക്കും. ആ. യാ, 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 യാ. ഓ, മാധവ്, അതൊരു പ്രശ്നമാ. എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം. അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട്. പുള്ളി മാസല്ലേ? ആ, നോക്കിക്കോളാം. കളഞ്ഞത് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എടാ ഫിഫു, ഇതിലോട് ചക്കക്കുരു ഇടാൻ ഓ പറഞ്ഞു. ശരി. മോശായിപ്പോയി. മോശമൊന്നുമല്ലല്ലോ, നല്ലതൊക്കെയാണ്. ഒന്ന് കഴിച്ചു നോക്കിയേ. എന്നാ നീ മിണ്ടരുത്. അവളുടെ ചേച്ചിയുടെ മുമ്പിലേ ഞാൻ മണ്ടനായിപ്പോയി. നീ ഒറ്റൊരുത്തൻ കാരണമാണ് തെണ്ടി. ഞാൻ എന്ത് ചെയ്തെന്നാണ്? അവരൊരേ ഒല്ലിക്കണേ ഞാൻ എന്ത് ചെയ്യാനാണ്? അതെന്താന്നറിയോ, എന്റെ ഉഷ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ആണെങ്കിലേ ഒരേപോലെ ഇരിക്കത്തുള്ളൂന്ന്. അതൊരു പുതിയ അറിവാണ്. വാ, ഒരു കാര്യം ചെയ്യ്, ഈ ചക്ക എഴുന്നിട്ട് മിണ്ടാതിരി. ക്ലാര എന്നാലും എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? നാളെയെങ്കിലും മേഴ്സി ടീച്ചർ ഒന്ന് ക്ലാസ്സിൽ കയറ്റിയാൽ മതിയായിരുന്നു. നാളെ കുറച്ച് ചക്കയായിട്ട് പോയാലോ? ചക്കക്കുരു ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതും പറഞ്ഞ് പരാതി പറയാൻ നിൽക്കണ്ട. വാ, വാ, വാ. മേരിയാ ചേട്ടൻ നല്ല പണി കാണിച്ച. എന്താ പെട്ടെന്ന് പോയി കളഞ്ഞേ? ഞാൻ കൊറേ നോക്കി. ഹായ് ചക്ക. ഞാൻ വായിക്കട്ടെ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അത് ഞാൻ മേരിയാന്ന് വിചാരിച്ച് ക്ലാര വന്നപ്പോ അറിയാണ്ട് പറ്റിപ്പോയതാ. സോറി. എന്ത് പ്രശ്നം വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുവോ? മേരി എന്റെ കൂടെ വെക്കോ? ചേട്ടന്റെ കൂടെ ഞാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും പോട്ടെ പോലെ നമുക്ക് ഇടിച്ചേക്കാം.
പക്ഷെ അതല്ലല്ലോ പ്രശ്നം. എന്താ പ്രശ്നം? മെയിൻ ആയിട്ട് 3 കാര്യങ്ങളുണ്ട്. 1, ചേച്ചിക്ക് ഇഷ്ടപ്പെടണം, പപ്പയ്ക്കും ഇഷ്ടപ്പെടണം, എന്നല്ല സമ്മതിക്കും. അയ്യോ. 2, മാമോദിസം മുങ്ങണം. മാമോസിയ ഞാനാ? അപ്പൊ മൂന്നാമത്തെ? 3, തായ്ക്കൊണ്ട് പഠിക്കണം. മറ്റേ ഡിഷും. ചക്ക തീർന്നോ? നല്ല കിളിച്ചോട്ടും ചക്കയാണ്, ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. പോട്ടേട്ടാ. ആരത്? മേരി. മേരിയ? അവളെന്തിപ്പോ ഇങ്ങോട്ട് വന്നേ? അവൾക്ക് ഒരാളെ ഇഷ്ടാണെന്ന്. ആ ആരെ? മേരി നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ എന്റെ കൂടെ ഉണ്ടാവോന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആളെയല്ല നമ്മൾ നിർത്ത്. അവൾക്ക് പക്ഷേ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? എന്ത് ഡിമാൻഡ്? എടാ, ആദ്യം തന്നെ അവളുടെ ചേച്ചിക്കും അച്ഛനും എന്നെ ഇഷ്ടപ്പെടണം. അതിനെന്ത് കുഴപ്പം? നാളെ നീ ആ വീട്ടിലേക്കല്ലേ കയറി ചെല്ലണ്ടേ? അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ ആയിട്ടുള്ള കാര്യം അല്ലേ? പിന്നെ അവള് പറഞ്ഞു മാമോദിസം വേണമെന്ന്. ഞാൻ തന്നെ, പിന്നെ വേറെ ആര്? ഇങ്ങോട്ട് നോക്ക്. മേരി നിന്റെ ഭാഗ്യം. വല്ല മൈമുനെയും ഫാത്തിമാരും നീ പെട്ടുപോയനെ. റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ മൂന്നാമത്തെ കാര്യത്തിൽ റിസ്കാ. എന്താ? എടാ, എന്നോട് തൈക്കോണ്ട പഠിക്കാൻ. ഞാൻ എന്തിനാണോ തൈക്കോണ്ട പഠിക്കണേ? മനസ്സിലാവുള്ളൂ. എനിക്കൊന്നും എന്താണെന്നറിയോ, മേരി ചിലപ്പോ ഉദ്ദേശിക്കുന്നത് നീയും മേരി അടങ്ങുന്ന ഒരു കൊച്ചു മാർഷൽ ആർട്സ് കുടുംബം അല്ലേ? എനിക്ക് കുഴപ്പമൊന്നും തോന്നല്ല. എന്തെങ്കിലും കുഴപ്പം തോന്നണ്ട? ശരിയായിരിക്കും അല്ലേ? ഇങ്ങനെയായിരിക്കുമല്ലോ ഓരോരുത്തർ നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചേറി വരുന്നത്. അല്പം പിടിവാശി ഉണ്ടെങ്കിലും ആളൊരു പാവല്ലടാ ഫിഫു. പഞ്ചപാവം. ഒരു കുട്ടി പഴംപുരി കടിച്ചു പോകണ്ട. അല്ല തൊളവട, നീ ഇവിടെ വന്നടാ. മുകളിലോ ഇപ്പോൾ അവിടെ പോയി. ഇവിടെ ഇല്ല, അപ്പുറത്തെ ക്ലാസ്സിലായിരിക്കും. നോക്കിയേ, എന്താണ് കാണുന്നത്? എന്തോരം കോഴ്സിലടാ ഫിഫു നമ്മുടെ കോളേജില്. ഈ കോളേജിലാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ മോളിൽ കൂടെ പോകാം. ഇവിടെ പോയി കിടക്കണോ? ഇതാണല്ലേ? കുട്ടി ഓർക്കല്ലേ ക്യാൻറ്റീനിൽ വെച്ച്? സർ, അവിടെ ആരോ. അയ്യോ, ആരുല്ല. കാണാൻ നല്ല വെളുത്തിട്ടൊരു കുട്ടി, ബാക്കിലേക്ക് മുടിയൊക്കെ പിന്നിട്ടിട്ട് കയ്യിലൊരു പഴംപുരി ഉണ്ട്. ഞാനാണോ ചേട്ടാ? നീ ഏതാണ്? ഞാൻ കണ്ടിടാ അവളെ. ഞാൻ പറഞ്ഞില്ല അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്ത് കുഴപ്പം? അവൾക്ക് 3 സിനിമ തനിച്ചുണ്ട് അസുഖം തോന്നുന്നു. എന്ത് പൈപ്പോളാറാ? ഞാൻ കണ്ടിട്ട് തീരുമാനിക്കാം. അവക്കാണ് സുഖം, നിനക്കാണ് സുഖം. എവിടെ അവള്? ബെല്ലടിച്ചല്ല. ഇനിയിപ്പോ എന്ത് നോക്കാല്ലത് ചെയ്യാനായിട്ടാണ്. ഒന്നുമില്ല, വെറുതെ ഈ ക്ലാസ്സല്ലേ കണ്ടു? ഇവിടെ ആദ്യം കാണുമ്പോ ചിരിക്ക, പിന്നെ കാണുമ്പോ ദേഷ്യപ്പെടാ. ഇവളെന്താ ഇങ്ങനെ? ഒന്നും അങ്ങോട്ട് ശരിയാവുള്ളതോ? അവളാരാണ് എന്താണെന്നുള്ളത് ഇന്നറിയും. കൊറേ നാളായി അവള് തുടങ്ങിയിട്ട്. കണ്ടില്ലേ? എന്തോ കുഴപ്പമില്ലേ? ഇന്നലെ അവള് കളിപ്പായിരുന്നു, ഇപ്പൊ അവള് ചിരിക്കുന്നു. കണ്ട? നിർത്തിയ നീ. അവക്കല്ല കുഴപ്പം, നിനക്കാണ്. എന്ത് കുഴപ്പം? എന്താണെന്നാ കണ്ടില്ല? അതിപ്പോ വണ്ടി നിർത്തി ചാടിയാണ്. എനിക്ക് തോന്നണ നിന്നോടൊന്നും കുടിച്ച പ്രേമോണെന്ന്. ഇതൊക്കെയാണ് പ്രാന്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. എന്തായാലും ക്യാൻറ്റീനിൽ വെച്ച് കാണാന്ന് പറഞ്ഞില്ലേ? ഈ വണ്ടി വിടില്ലായിരുന്നു. ഇപ്പൊ തന്നെ ചോദിക്കാന്നേ. അങ്ങനെ വിട്ടാ പറ്റൂല. ആരുമില്ല, വണ്ടി വിട്ടോ. എടാ ചോദിക്കണ. നീ ഇവിടെ നിക്ക്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഇന്ന് ഇതിനൊരു തീരുമാനം. അയ്യോ, സോറി. പൊക്കോ. ഇവിടെ തീരുകയാണല്ലേ? എന്താണ്? ഒരു പഴംപൊരി എടുക്കട്ടെ? ആരും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു പഴംപൊരി വേണമെന്ന് വെച്ചിട്ട് പോത്തിട്ട് എന്നിട്ട് അടി മേടിച്ചിട്ട് നാണോല്ലാണ്ട് വന്നേക്കട്ടെ. അവരുടെ അടുത്ത് പോയി ചോദിക്കാം. അങ്ങനെ ഇട്ടാ പറ്റൂല്ലോ. ഇന്നെന്താണ് സാരിയൊക്കെ എടുത്ത്? 3 പേരുടെയും പിറന്നാളാണ്. നിങ്ങൾ രണ്ടുപേരും ഞാൻ എവിടെയൊക്കെ നോക്കി. ഇന്ന് മലയാണ്മയുടെ പരിപാടിയാ വരണില്ലേ? മലയാണ്മയാ? ഇതാണല്ലേ മലയാണ്മ? അതെ, മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അതങ്ങനെ വല്ലപ്പോഴും ഒക്കെ ക്ലാസ് കയറണം, എന്നാലല്ലേ അറിയൂ. പിന്നെ ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ട്. എടാ, ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ടെന്ന്. ഇതെന്തോ വലിയ പരിപാടിയാണോ? കൂൾ മൈ ഫ്രണ്ട്, റിലാക്സ്. അതെ,
ഈ പരിപാടി എത്ര മണി വരെ ഉണ്ട്? നാടൻ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ടേ ചെറിയ പരിപാടി ഒന്നല്ല, വൈകുന്നേരം വരെ ഉണ്ടാവും. ഇവിടെ ഇരുന്നേ പറ്റൂ. എടാ ഈ പരിപാടി വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോഴേക്കും അവളൊന്ന് കൂളാവും, പിന്നെ നമുക്ക് തീരുമാനമാക്കാം. തൊണ്ടൻ ഒന്ന് മിണ്ടാതിരിക്കണം. മിസ്സേ മലയാളമ സൂപ്പർ. പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്ത് തേനൂറും. ഇവിടെ ഞാൻ മതിലടി പോയി കാണാം. കാണാനില്ലോടാ. എന്തു ചേട്ടാ? ഒന്നുമില്ലടാ വിട്ടോ. വണ്ടി കയറി പോണ്. വണ്ടി എടുക്കണല്ലോ, വണ്ടി എടുക്ക്. കൊറേ നാളെ അവൾ ഈ പരിപാടി വെച്ചുപിടി ചോദിക്കണം. അവിടെ എന്തായി ഞാൻ പറഞ്ഞ കാര്യം? വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് പറയല്ലേ അപ്പൊ? ഇതെന്തോ സീനാണെന്ന് തോന്നട്ടല്ലേ? ഇത് അവളുടെ വല്ല സുഹൃത്ത് പോലെ ആയിരിക്കുള്ളൂടാ. നീ ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെ അങ്ങ് പോലെ ഇഷ്ടമല്ല എന്നെ. എടാ വലയും സുഹൃത്ത് വലയൊന്നും അല്ലട്ടോ, ഇത് വേറെന്തോ വലയോണെന്ന് തോന്നണം. നിന്നോട് മറുപടി പറയേണ്ട കാര്യമില്ല.